ഇന്ന് നമ്മൾ ജോൺ കീറ്റ്സിൻ്റെ ലാ ബെൽ ഡാം സാം മെസ്സി എന്ന് പറയുന്ന കവിതയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ജോൺ കീറ്റ്സിൻ്റെ കവിതകളിൽ വളരെ പോപ്പുലറായ ഒരു കവിതയാണ് ഈ ഒരു കവിത. ജോൺ കീറ്റ്സ് ഒരു റൊമാൻറ്റിക് പോയറ്റാണ്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാം. അദ്ദേഹം ജീവിച്ചത് റൊമാൻറ്റിക് പീരീഡിലാണ്. റൊമാൻറ്റിക് പീരീഡ് സാധാരണ നമ്മൾ പറയുന്നത് ഒരു 1785 മുതൽ ഒരു 1832 വരെയുള്ള കാലഘട്ടത്തെയാണ്. ഓക്കെ, റൊമാൻറ്റിസിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൂടുതലായിട്ട് നമ്മൾ ഇതിനകത്ത് പറയുന്നില്ല. അത് ഒരു ചെറിയ രൂപത്തിൽ ഞാൻ ഓഡ് ഓൺ സ്കൈലാർക്ക് എന്ന് പറയുന്ന കവിത പറഞ്ഞതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ കാണാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇതിനകത്ത് കൊടുക്കാം. ദെൻ സ്പെസിഫിക്കലി ആരായിരുന്നു ജോൺ കീറ്റ്സ്? അദ്ദേഹം റൊമാൻറ്റിക് പോയറ്റ് എന്ന് പറഞ്ഞു. റൊമാൻറ്റിക് പോയറ്റ് ആണെങ്കിൽ പോലും പലപ്പോഴും അദ്ദേഹത്തെ വിളിക്കുന്നത് ദ മോസ്റ്റ് റൊമാൻറ്റിക് അമംഗ് ദ റൊമാൻറ്റിക് പോയറ്റ്സ് എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഈ നമ്മുടെ റൊമാൻറ്റിക് പീരീഡ്സ് റൊമാൻറ്റിക് റൈറ്റേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്ന സമയത്ത് ഒരുവിധം എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും വരുന്നത് കൊണ്ട് തന്നെ ഹീ ഈസ് സംടൈംസ് കോൾഡ് ദ മോസ്റ്റ് റൊമാൻറ്റിക് അമംഗ് ദ റൊമാൻറ്റിക് പോയറ്റ്സ്. നമുക്കറിയാം, ഇവർ റൊമാൻറ്റിക് പോയറ്റ്സ് ദേ ലവ്ഡ് നേച്ചർ, ദേ സെലിബ്രേറ്റഡ് ബ്യൂട്ടി, ദേ ലവ്ഡ് സ്പോണ്ടേനിറ്റി. ഇതൊക്കെയാണ് അവരുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അണ്ടർസ്റ്റാൻഡ്? ഇദ്ദേഹത്തിൻ്റെ പൊയറ്റിക് കരിയർ വളരെ കുറച്ച് കാലം ഇദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. ആകെ 5 വർഷം മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ പൊയറ്റിക് കരിയർ ഉണ്ടായിരുന്നുള്ളൂ. 25 വയസ്സ് വരെയാണ് ആകെ ഇദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം TV ബാധിച്ച് മരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഫാദർ, അദ്ദേഹത്തിൻ്റെ ബ്രദറൊക്കെ ആ രൂപത്തിൽ തന്നെയാണ് മരിച്ചത്. ഓക്കെ. ദെൻ കീറ്റ്സിനെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്: കീറ്റ്സ് ഈസ് എ പോയറ്റ് ഓഫ് സെൻസസ് ആൻഡ് ബ്യൂട്ടി. കീറ്റ്സിൻ്റെ പോയട്രിയിൽ ഒരുപാട് ഇമേജറി നമുക്ക് കാണാൻ പറ്റും. എല്ലാ സെൻസിനെയും അപ്പീൽ ചെയ്യുന്ന രൂപത്തിലുള്ള ഇമേജുകൾ കാണാൻ പറ്റും. നിങ്ങളുടെ സൈറ്റ് ആയിക്കോട്ടെ, സ്മെല്ലായിക്കോട്ടെ, ടച്ച് ആൻഡ് എവറിത്തിങ്, റൈറ്റ്? അപ്പം ആ രൂപത്തിലായതുകൊണ്ട് തന്നെ ഹീ ഈസ് സംടൈംസ് കോൾഡ് ദ സെൻഷ്യസ് പോയറ്റ് എന്ന് പറയാറുണ്ട്. ദെൻ ഹീസ് എ പോയറ്റ് ഓഫ് ബ്യൂട്ടി. ആസ് ഐ ടോൾഡ് യു, ഇത് റൊമാൻറ്റിക് പോയറ്റ്സിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദേ വിൽ സെലിബ്രേറ്റ് ദ ബ്യൂട്ടി. അപ്പം കീറ്റ്സ് ഒരുപാട് ബ്യൂട്ടി ഇഷ്ടപ്പെട്ടാണ്. ബ്യൂട്ടിയെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ അദ്ദേഹം കാര്യമായിട്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഓഡ് ഓൺ എ ഗ്രീഷ്യൻ ആണ് അവസാനിക്കുന്നത് ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടാണ്. ബ്യൂട്ടിയാണ് ട്രൂത്ത് എന്ന് അദ്ദേഹം പറയുന്നത്. കാരണം പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം ആയിരിക്കണം, അതിനെ മാത്രമേ നമ്മൾ ബ്യൂട്ടി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ട്രൂത്ത് ആണ് യഥാർത്ഥത്തിൽ പെർമനൻ്റ് ആയിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ഓൺലി ബ്യൂട്ടിഫുൾ. ഇഫ് സംതിങ് ഹാസ് ടു ബി ബ്യൂട്ടിഫുൾ, ദാറ്റ് ഹാസ് ടു ബി പെർമനൻ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു കീറ്റ്സിനുണ്ടായിരുന്നത്. ദെൻ ഹീ ഈസ് കോൾഡ് ഹെലനിസ്റ്റ് സംടൈംസ് ബിക്കോസ് അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ അദ്ദേഹം ഗ്രീക്ക് കൾച്ചറും ഗ്രീക്ക് ഐഡിയൽസും ഒക്കെ പ്രൊമോട്ട് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ. അണ്ടർസ്റ്റാൻഡ്? ഈ ഓഡ് ഓൺ എ ഗ്രീഷ്യനുള്ള തന്നെ അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫേമസ് വർക്ക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്: എൻറ്റീമിയൻ, ഇസബെല്ല, ഹൈപ്പീരിയൻ, ഈവ് ഓഫ് സെയിൻറ്റ് ആഗ്നസ്. അതുപോലെ ഒരുപാട് ഓഡുകൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ ഓഡുകളും ഫേമസ് ആണ്. ഓഡ് ഓൺ എ നൈറ്റിംഗേൾ, ഓഡ് ഓൺ ഗ്രീഷ്യൻ ഏൺ, ഓഡ് ഓൺ മെലങ്കൊലി, ഓഡ് ടു ഓട്ടം. ഓൾ ദീസ് ആർ വെരി ഫേമസ്. Then let's talk about La Belle ഡാം സാം മെസ്സി. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഡാം എഴുതിയിട്ടില്ല, സോറി. La Belle ഡാം സാം മെസ്സി. ഇറ്റ് വാസ് റിട്ടൺ in also missing in ballad form. La Belle ഡാം സാം മെസ്സി was written in ballad form. What is ballad then? Ballad originally it was a dancing song ആയിട്ടുള്ള ഒരു തരം ഒരു ഫോക്ക് കൾച്ചർ എന്ന് വന്നൊരു സാധനമായിരുന്നു പഴയ കാലത്ത് ഈ ബാലഡ് എന്ന് പറഞ്ഞത്. എന്നാൽ ഇന്ന് നമ്മൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇറ്റ്സ് എ സ്റ്റോറി ഇൻ വേഴ്സ്. ഒരു കവിതാ രൂപത്തിലുള്ള ഷോർട്ട് സ്റ്റോറിയാണ്, കൊച്ചു കവിതയാണ്. അപ്പോൾ ഒരു ചെറിയൊരു നരേറ്റീവ് പോയാണ്
വലിയ നെറേറ്റീവ് പോകുമ്പം നമ്മളതിന് വേറെ പേര് പറയുന്നുണ്ട്. ദിസ് എ വെരി ഷോർട്ട് നെറേറ്റീവ് പോം, എ ഷോർട്ട് സ്റ്റോറി ഇൻ വേഴ്സ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇറ്റ് ഹാസ് എ സിംഗിൾ ഇൻസിഡൻറ്റ് ആൻഡ് യൂഷ്വലി റിട്ടൺ ഇൻ സിമ്പിൾ ലാംഗ്വേജ്. ഒറ്റ സംഗതി മാത്രമേ പറയുള്ളൂ, സിമ്പിൾ ലാംഗ്വേജിലായിരിക്കും പറയാം. റൈറ്റ്. ദ നറേറ്റീവ് ഈസ് ജനറലി ഡെവലപ്ഡ് ബൈ മീൻസ് ഓഫ് ഡയലോഗ്. ഡയലോഗൊക്കെ ഈ കവിതയിൽ നമുക്ക് കാണാൻ പറ്റും. കോൺവെർസേഷണൽ രൂപത്തിലായിരിക്കും കവിത ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു കവിതയെക്കുറിച്ച് തന്നെ പറയാം. ഈ ഒരു കവിത ഒരു ചെറിയ സ്റ്റോറിയാണ്. ഇറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് എ നൈറ്റ് സെഡ്യൂസ്ഡ് ബൈ എ ഫെയറി. ഒരു ഫെയറി ആയിട്ടുള്ള, ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു, നമ്മൾ യക്ഷി എന്നൊക്കെ പറയുന്നു, ആ രൂപത്തിലുള്ള ഒരു സ്ത്രീ ഒരു നൈറ്റ് പഴയ കാലത്തെ പട്ടാളക്കാരാണ്, ഈ രാജാവിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്ന ടീമാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അന്ന് ഇവർക്ക് സമൂഹത്തിൽ കുറച്ച് സാധനമൊക്കെ ഉണ്ടായിരുന്നു, നല്ല വെൽ ബിൽട്ടൊക്കെ ആയിട്ടുള്ള ആളുകളാണ്. അപ്പം അത്തരം ഒരു ആളെ ഒരു ഫെയറി ക്രിയേച്ചർ ആയിട്ടുള്ള ഒരു സ്ത്രീ സെഡ്യൂസ് ചെയ്യുന്നത്, വശീകരിക്കുന്ന ഒരു കഥയാണ് ഇതിനകത്ത്. ദെൻ ടൈറ്റിൽ ഹാസ് ബീൻ ബോറോഡ് ഫ്രം എ മെഡീവൽ ഫ്രഞ്ച് പോയം. അപ്പോൾ നമുക്കറിയാം ഇത് ഇംഗ്ലീഷ് അല്ല ഇതിൻ്റെ ടൈറ്റിൽ. ലാബൽ ഡാം സാമസി, ദാറ്റ് ഈസ് നോട്ട് ഇംഗ്ലീഷ് വേർഡ്, ഇറ്റ്സ് എ ഫ്രഞ്ച് വേർഡ്. അപ്പോൾ ഒരു ഫ്രഞ്ച് പോയത്തിൽ നിന്നാണ് അദ്ദേഹം ഈ ടൈറ്റിൽ എടുക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ അർത്ഥം ദ ബ്യൂട്ടിഫുൾ ലേഡി വിത്തൗട്ട് പിറ്റി എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് ലൈൻ ബൈ ലൈൻ അനാലിസിസിലേക്ക് പോകാം. Then we can read, oh, what can ail thee, night at arms? Alone and palely loitering, the sedge has withered from the lake, and no bird sing. Oh, what can ail thee, night at arms? So haggard and so woebegone, the squirrel's granary is full, and the harvest is done. ദെൻ ഹൗ ഈസ് സ്റ്റാർട്ടിങ്. ഇവിടെ ഇല്ല, ഇതിൻ്റെ ഈ ടൈറ്റിൽ വേണമെങ്കിൽ ഒന്ന് ഡീറ്റെയിൽ പറയാം. ല എന്നുള്ളത് ദ എന്നാണ് അർത്ഥം. ദി ബെല്ലെ എന്നങ്ങനെ ബെല്ലിനെ വായിക്കുന്നുള്ളൂ. ബെൽ ബ്യൂട്ടിഫുൾ, ഡാം ലേഡി, സാൻ മീൻ വിത്തൗട്ട്, മെഴ്സി കൈൻഡ്നെസ്, അല്ലെങ്കിൽ പിന്നെ ദയ എന്നൊക്കെ നമ്മൾ പറയാം, പിറ്റി എന്നൊക്കെ പറയാം. ഓക്കെ, നമുക്ക് നോക്കാം എന്താ. അപ്പോൾ നമ്മളൊരു സ്പീക്കർ, അതൊരു ചോദ്യം വെച്ചിട്ടാണ്. ഓ, വാട്ട് ക്യാൻ എയിൽ ദി നൈറ്റ് അറ്റ് ആംസ്. ഇപ്പോൾ ഒരു നൈറ്റ് ഉണ്ട്, അദ്ദേഹം ആംസ് ധരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ സ്പീക്കർ നേരെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്, ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ സാധാരണ ബാലഡൊക്കെ തുടങ്ങുന്നത് പോലെ തന്നെയാണ് ഇതും തുടങ്ങുന്നത്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ക്വസ്റ്റ്യൻ. ഓ, വാട്ട് ക്യാൻ എയിൽ ദി നൈറ്റ് അറ്റ് ആംസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പിന്നെ നമ്മുടെ വേർഡ്സ്വർത്തിൻ്റെ ഒരു കവിത ഉണ്ട്, അഫ്ലിക്ഷൻ ഓഫ് മാർഗരറ്റ്. അതൊരു ബാലഡ് ഫോമിൽ എഴുതിയ ഒരു സാധനം. അതിങ്ങനെയാണ് തുടങ്ങുന്നത്, വേർ ആർ ദ മൈ ബിലവഡ് സൺ, വേർ ആർ ദ വേഴ്സ് ടു മീ ദ എൻഡ്, ഒരു ക്വസ്റ്റ്യൻ ഫോമിലാണ്. അപ്പോൾ അതുപോലെ തന്നെ സാധാരണ ഒരു ബാലഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു സംഭവമാണ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് തുടങ്ങുന്നുള്ളത്. അപ്പം ഒരു നൈറ്റിനോട് നമ്മുടെ സ്പീക്കർ ചോദിക്കണം, വാട്ട് ക്യാൻ എയിൽ, എന്താണ് നിന്നെ എയിൽ ചെയ്യുന്നത്. എയിൽ മീനിങ് വേദനിപ്പിക്കുന്നത്. വാട്ട് ക്യാൻ എയിൽ ദി, ദി മീൻസ് യു. ഓ, വാട്ട് ക്യാൻ എയിൽ ദി നൈറ്റ് അറ്റ് ആംസ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ യുദ്ധത്തിനുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മളെ ശരീരത്തിൽ ഈ ആയുധങ്ങളൊന്നും നിൽക്കാതിരിക്കാൻ വേണ്ടി ധരിക്കുന്ന ഒരു സാധനം, അതെല്ലാം ധരിച്ചിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. വാട്ട് ക്യാൻ എയിൽ ദി നൈറ്റ് അറ്റ് ആംസ്. അപ്പോൾ ആ ആംസൊക്കെ ആയുധമൊക്കെ ധരിച്ചിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. എന്തോ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു സങ്കടം തോന്നിയത് കൊണ്ടാണ് നമ്മുടെ സ്പീക്കർ ഇങ്ങനെ ചോദിക്കുന്നത്, എന്താണ് നിന്നെ വേദനിപ്പിക്കുന്നത്. ദെൻ യു ആർ അലോൺ ആൻഡ് പെയിലി ലോയിറ്ററിങ്. ദെൻ ദിസ് നൈറ്റ് ഈസ് അലോൺ ആൻഡ് അദ്ദേഹത്തിൻ്റെ മുഖം ഒരു വളരെ വിളറിയ രൂപത്തിലാണ്. പെയിലി മീൻസ് പെയിലായിട്ടാണ് കിടക്കുന്നത്, വിളറിയ രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ മുഖം കിടക്കുന്നത്. ദെൻ ഹീസ് ലോയിറ്ററിങ് മീനിങ് അദ്ദേഹം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. അപ്പോൾ എന്താണ് നൈറ്റ് നിങ്ങളെ വേദനിപ്പിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ അതിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് എന്നുള്ള ചോദ്യം. എന്നിട്ട് ഇദ്ദേഹം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കീറ്റ്സ് പറയുന്നുണ്ട്. ദ സെഡ്ജ് ഹാസ് വിതേർഡ് ഫ്രം ദ ലേക്ക്, നോ ബേർഡ് സിങ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കറക്റ്റ് കിട്ടാണ്. ദ സെഡ്ജ് ഹാസ് വിതേർഡ് ഫ്രം ദ ലേക്ക്. അപ്പോൾ ഈ സെഡ്ജ് എന്ന് പറഞ്ഞാൽ ചെറിയ കൊച്ചു
ഗ്രാസാണ്, പുല്ലാണ്, ചെറിയ ചെറിയ ട്രീസാണ്. ഇറ്റ് ഹാസ് വിതേഡ്, അപ്പോൾ അതൊക്കെ ഉണങ്ങിയ ഒരു സമയമാണ്. വിതേഡ് വാടിയിട്ടുണ്ട്. നിയർ ബൈ ദ ലേക്ക്, ഫ്രം ദ ലേക്ക്, ആൻഡ് നോ ബേർഡ് സിങ്, പക്ഷികൾ പാട്ടും പാടുന്നില്ല. അപ്പോൾ ഒരു ഹാപ്പി അറ്റ്മോസ്ഫിയർ അല്ല അവിടെ, ഒരു മൊത്തത്തിലൊരു ഗ്ലൂമി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. റൈറ്റ്. പ്രത്യേകിച്ച് ഈ ഇതൊക്കെ വാടാൻ കാരണം ഒരു വിൻ്റർ സീസൺ വരുന്നത് കൊണ്ടായിരിക്കാം. നല്ല തണുപ്പൊക്കെയുള്ള സമയം മരങ്ങളിലുള്ള ഇലകളൊക്കെ വാടി ഇല്ലാതെയപ്പോൾ, അപ്പം ആ ഒരു സീസൺ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ആ ഒരു സീസൺ ഒന്നുകൂടി വ്യക്തമാകുന്നത് നെക്സ്റ്റ് സ്റ്റാൻഡും കൂടി വായിക്കുമ്പോഴാണ്. എഗെയിൻ അദ്ദേഹം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഓ വാട്ട് ക്യാൻ എയിൽ ദി നൈറ്റ് അറ്റ് ആംസ് സോ ഹഗാഡ് ദെൻ ആൻഡ് സോ വോ ബിഗോൺ. ഇനി അടുത്തതായിട്ട് അദ്ദേഹം ചോദിക്കുന്നത് വീണ്ടും ഹഗാഡ് എന്ന് പറയുന്നത്, അതും നമ്മുടെ പെയിൽ എന്ന് പറയുന്നതിൻ്റെ സെയിം മീനിങ് തന്നെയാണ്. സോ ഹഗാഡ് ആൻഡ് സോ വോ ബിഗോൺ. വോ ബിഗോൺ മീനിങ് ലുക്കിംഗ് സാഡ് എന്നുള്ള അർത്ഥം. സോ വൈ ആർ യു ലുക്കിംഗ് സാഡ്? ദെൻ ദ സ്ക്വിറൽസ് ഗ്രാനറി ഈസ് ഫുൾ. ഈ സ്ക്വിറലിൻ്റെ ഗ്രാനറി, അതിൻ്റെ ഭക്ഷണം ശേഖരിച്ച് വെക്കുന്ന ആ ഒരു ഏരിയയാണ്. ആ ഗ്രാനറിയൊക്കെ ഫുള്ളായിട്ടുണ്ട്. അപ്പം ഈ സ്ക്വിറലൊക്കെ മാക്സിമം വിൻ്റർ സീസൺ വരുന്നതിന് മുമ്പ് അവർ ഫുഡൊക്കെ ശേഖരിച്ച് വെക്കും. അപ്പം അത്തരം ഫുഡൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് ദ ഹാർവെസ്റ്റ് ഈസ് ഡൺ. അപ്പം കൊയ്ത്ത്, ഹാർവെസ്റ്റ് നമുക്കറിയാം, അത് കഴിഞ്ഞു. അപ്പം നമുക്ക് വ്യക്തമായി സീസണ് വിൻ്ററാണ്. വിൻ്റർ സീസൺ ഒരിക്കലും ഒരു നല്ല സീസണല്ല. വെസ്റ്റേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര തണുപ്പാണ്, ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. സോ ആ ഒരു കോൾഡ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഈ കീറ്റ്സ് ചെയ്യുന്നത്. കാരണം ഒരു ട്രാജിക് സിറ്റുവേഷനാണ് അദ്ദേഹത്തിനകത്ത് ഈ ഒരു ചെറിയ സ്റ്റോറിയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ഒരു അറ്റ്മോസ്ഫിയർ അദ്ദേഹം ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് ഇതിലൂടെ കാണുന്നത്. ഓക്കെ. The setting is a cold area around a lake which has no vegetation at its edge. It clearly stresses the tragedy, right? Or tragedy, വരാൻ പോകുന്ന ട്രാജഡിയെ കുറിച്ച് ഒരു ഇൻഡിക്കേഷൻ we get from the beginning. The next stanza. I see a lily on thy brow, with anguish moist and fever dew, and on thy cheeks a fading rose, fast withered too. Then അദ്ദേഹത്തിനൊരു ലിലി ഈസ് എ ഫ്ലവർ, യുനോ. ഐ സി എ ലിലി ഓൺ ദൈ ബ്രോ. ഇതിൻ്റെ ബ്രോ ഭാഗത്ത് ഒരു ലിലി കാണുന്നുണ്ട്, ഒരു ലിലി കൈൻഡ് ഓഫ്. അപ്പം ഒരു വെള്ള കളറായി മാറിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്രോ എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് വൈറ്റ് ലൈക്ക് ലിലി വിത്ത് ആംഗ്വിഷ് മോയിസ്റ്റ് ആൻഡ് ഫീവർ ഡ്യൂ. അതൊരു സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മെൻ്റൽ ഒരു പെയിനാണ്, ഒരു ആംഗ്വിഷ്. ദ ആംഗ്വിഷ്, ദാറ്റ് പെയിൻ ക്യാൻ ബി സീൻ ഓൺ ഹിസ് ഫേസ്. ദെൻ ദർ ആർ സം മോയിസ്റ്റ്, നല്ല തണുപ്പായതുകൊണ്ട് ആ ഒരു മോയിസ്റ്റ് ആൻഡ് ഡ്യൂ ഒക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത്. റൈറ്റ്. ദെൻ he is ഫീവറിങ്, he has fever inside. തണുക്കുന്ന സമയം, നല്ല തണുപ്പുള്ള സമയത്ത് നമുക്ക് അങ്ങനെയാണല്ലോ, ഭയങ്കര ബോഡി ഇങ്ങനെ വിറക്കൊക്കെ ചെയ്യും, ലൈക്ക് വെൻ യു ഹാവ് ഫീവർ. അപ്പം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അത്രമാത്രം എന്തോ സംതിങ് ട്രാജിക് ഹാസ് ഹാപ്പൻഡ് ടു ദിസ് നൈറ്റ് എന്ന് നമ്മുടെ സ്പീക്കർക്ക് മനസ്സിലാകുന്നുണ്ട്. ആൻഡ് ഓൺ ദൈ ചീക്സ് എ ഫെയ്ഡിങ് റോസ് ഫാസ്റ്റ് വിതേർഡ് ടു. ബ്രോയിൽ ലില്ലി കണ്ടു, അതുപോലെ നിൻ്റെ ചീക്ക് ഭാഗത്ത്, കവിൾ ഭാഗത്ത് ഒരു ഫെയ്ഡിങ് റോസ് കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചീക്ക് റെഡ് കളറാണ്, പക്ഷെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഫെയ്ഡ് പതുക്കെ മങ്ങിപ്പോകുന്നുണ്ട്. ഫാസ്റ്റ് വിതർന്ന് വാടിപ്പോവുക. ഒരു ഓൾഡ് ഇംഗ്ലീഷ് രൂപത്തിലാണ് ഇത് എഴുതിയത്, വിതർ എഴുതുന്നത്. ഇറ്റ് ഈസ് ഫാസ്റ്റ് വിതറിങ് ടു, ദാറ്റ് ഈസ് വിതറിങ്. സോ ഹിസ് ബ്രോസ് ലുക്സ് വൈറ്റ് ലൈക്ക് ലിലി ആൻഡ് ഹിസ് ചീക്സ് ആർ ഗെറ്റിംഗ് ഡ്രൈഡ് ലൈക്ക് എ വിതേർഡ് റോസ്. ഒരു വാടിയ റോസ് പോലെ അദ്ദേഹത്തിൻ്റെ ചീക്സ് ഡ്രൈഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ദ നെക്സ്റ്റ്, ഇനി ഈ പറയുന്നത് ഇത് നമ്മുടെ സ്പീക്കർ ഇതുവരെ അങ്ങോട്ട് നൈറ്റിനോട് 2-3 ചോദ്യങ്ങൾ ചോദിച്ചതാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഇനി അതിൻ്റെ ആൻസർ നൈറ്റ് പറയുന്നത്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള കുറച്ച് സ്റ്റാൻസ് നൈറ്റ് പറയുന്നതാണ്. അണ്ടർസ്റ്റാൻഡ്? അപ്പം ദെൻ എങ്ങനെയാണ് അദ്ദേഹം അതിൻ്റെ മറുപടി പറയുന്നത് നോക്കാം. ഐ മെറ്റ് എ ലേഡി ഇൻ ദ മീറ്റ്സ്, ഫുൾ ബ്യൂട്ടിഫുൾ, എ ഫെയറീസ് ചൈൽഡ്. Her hair was long,
her foot was light, and her eyes were wild. അപ്പം അദ്ദേഹത്തിൻ്റെ സാഡ്നെസ്സിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞു തുടങ്ങുകയാണ്. ഇദ്ദേഹം ഒരു ബ്യൂട്ടിഫുൾ ലേഡിയെ അദ്ദേഹം മീറ്റ് ചെയ്തു. ഇൻ ദ മീഡ്സ്, ഐ മെറ്റ് എ ലേഡി ഇൻ ദ മീഡ്സ്. മീഡ്സ് മീൻസ് മെഡോ, മനസ്സിലായിട്ട് താഴ്വാരം. ഒരു മെഡോയിൽ വെച്ച് അദ്ദേഹം ഒരു ലേഡിയെ മീറ്റ് ചെയ്തു. ഫുൾ ബ്യൂട്ടിഫുൾ. ഷി വാസ് റിയലി ബ്യൂട്ടിഫുൾ. ഷി വാസ് ലൈക്ക് ഫെയറീസ് ചൈൽഡ്. ഒരു ഫെയറിയുടെ ചൈൽഡ് പോലെ ആണ് അദ്ദേഹത്തിന്. ഒരു സൂപ്പർ നാച്ചുറൽ. നമ്മൾ മലയാള സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, യക്ഷികളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രൂപത്തിലാണല്ലോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യക്ഷികളാണല്ലോ സിനിമയിലൊക്കെ ഉണ്ടാകുന്നത്, കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതേപോലെ അത്തരം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫെയറിയുടെ ചൈൽഡ് പോലെ തോന്നി ഇവളെ കണ്ടപ്പോൾ. ഫുൾ ബ്യൂട്ടിഫുൾ ആണ്, ഫെയറീസ് ചൈൽഡ്. ഹെർ ഹെയർ വാസ് ലോങ്. യൂഷ്വലി യക്ഷികളുടെ മുടിയാണ് നമ്മൾ കാണുന്നതാണ് സിനിമയിൽ, വലിയ നല്ല നീളമുണ്ടാവും. സിമിലർലി ഹെർ ഹെയർ വാസ് ലോങ്, ഹെർ ഫുട്ട് വാസ് ലൈറ്റ്. പക്ഷെ നമ്മുടെ സ്പീക്കർ ഇത് യക്ഷിയാന്ന് വിചാരിച്ചിട്ടല്ല, യക്ഷിയുടെ മകളെ പോലെ, യക്ഷി സൗന്ദര്യമുള്ള സ്ത്രീകളായത് കൊണ്ട് അത്തരം ഒരു യക്ഷിയുടെ മകളെ പോലെ, ചൈൽഡിനെ പോലെ തോന്നി എന്നുള്ളതാണ്. ഹെർ ഹെയർ വാസ് ലോങ്, ഹെർ ഫുട്ട് വാസ് ലൈറ്റ്, ആൻഡ് ഹെർ ഐസ് വെർ വൈൽഡ്. പക്ഷേ അവളുടെ കണ്ണുകളൊക്കെ കുറച്ച് വിചിത്രമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. ഭയങ്കര വൈൽഡ് ഐസായിട്ടാണ് ഇദ്ദേഹത്തിന് നമ്മുടെ നൈറ്റിന് ഫീൽ ചെയ്തത്. ദെൻ ഇത് സിമ്പിളാണ്. ദിസ് ഐ തിങ്ക് യു ഡോണ്ട് നീഡ് മോർ എക്സ്പ്ലനേഷൻ. The cause of his current, the night explains actually. ഒക്കെ മിസ്സായിട്ടുണ്ട്. The night explains എന്നുള്ളതുണ്ട് ഇവിടെ, നിങ്ങൾ ഫിൽ ചെയ്യണം. The night explains the cause of his current situation. അദ്ദേഹം പറയുന്നു, he met a beautiful woman in meadow. To him she was enchanting like a fairy's child. That's clear, I think. The next, I made a garland for her head, and bracelets too, and fragrance on. She looked at me as she did love, and made a sweet moan. Then ഇദ്ദേഹം ഇവളുടെ സൗന്ദര്യത്തിൽ ഒരുപാട് അട്രാക്റ്റഡ് ആയി നൈറ്റ്. Then he says he made a garland for her head. അവളുടെ ഹെഡിൽ ഒരു ഗാർലൻഡ് ഇദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു. ഒരു പൂവിൻ്റെ ഒരു മാല അദ്ദേഹം ഉണ്ടാക്കി. Garland for her head, and a bracelets too, and fragrance on. ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി, അതുപോലെ തന്നെ ഒരു ഗേർഡിൽ. ഫ്രാഗ്രൻസ് ഓൺ മീൻസ് എ കൈൻഡ് ഓഫ് ബെൽറ്റാണ്. അപ്പോൾ നല്ല സുഗന്ധമുള്ള പൂക്കൾ കൊണ്ട് ഒരു കൈൻഡ് ഓഫ് ബെൽറ്റ് ഇദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു അവൾക്ക്. ആൻഡ് ഷീ ലുക്ക്ഡ് അറ്റ് മീ ആസ് ഷീ ഡിഡ് ലവ്. അവൾ എന്നെ നോക്കി ലൈക്ക് ഷീ ലവ്ഡ് മീ, എന്നെ സ്നേഹിക്കുന്നു എന്ന് അവളുടെ നോട്ടത്തിൽ കാണാൻ പറ്റി എന്നുള്ള. ഷീ ലുക്ക്ഡ് അറ്റ് മീ ആസ് ഷീ ഡിഡ് ലവ്, ആൻഡ് ഷീ മെയ്ഡ് സ്വീറ്റ് മോൺ. അവൾ ഒരു തരം മോൺ, ഒരു തരം ഞരക്കമാണ്. അവിടെ തന്നെ എന്തോ ഒരു സംതിങ് റോങ് നമ്മൾ ഫീൽ ചെയ്യും. എന്നാൽ അത് സ്വീറ്റുമാണ്. കൈൻഡ് ഓഫ് സ്വീറ്റ് മോൺ, സ്വീറ്റ് ഞരക്കെന്ന് പറയാൻ പറ്റുമോ? എനിവേ, ഷീ മെയ്ഡ് some kind of a sound. And that was sweet. That sound was sweet for this night. And from her look, the night felt like she was loving him. Understand? It's okay. Then we are moving on. I set her on my pacing steed, and nothing else so all day long. For sidelong would she bend and sing a fairy song. എന്നിട്ട് ഇദ്ദേഹം അവളെ ഇദ്ദേഹത്തിൻ്റെ സ്റ്റീഡ് എന്ന് പറഞ്ഞാൽ ഹോസ്, കുതിരയാണ്, ഹോസാണ്. അദ്ദേഹത്തിൻ്റെ ഹോസിൻ്റെ മേലെ ഇദ്ദേഹം അവളെ ഇരുത്തി. ഐ സെറ്റ് ഹെർ ഓൺ മൈ പേസിങ്, ഭയങ്കര വേഗതയിൽ ഓടുന്ന കുതിരയുടെ മേലെ, നല്ല പേസുള്ള കുതിരയുടെ മേലെ ഇവളെ ഇരുത്തി. എന്നിട്ട് പറയുന്നു, ആൻഡ് നത്തിങ് എൽസ് സോ ആൾ ഡേ ലോങ്. പിന്നെ അങ്ങോട്ട് ഇദ്ദേഹം ഒന്നും കണ്ടില്ല അതിന് ശേഷം. ഹി ഡിഡ്ന്റ് സീ എനിത്തിങ് ആഫ്റ്റർ ദാറ്റ്.
അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നു, ഫോർ സൈഡ് ലോങ് വുഡ് ഷീ ബെൻഡ് ആൻഡ് സിങ്. അവളൊരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞിരുന്നിട്ട് ഷീ വുഡ് സിങ് ഫെയറി സോങ്, ഒരു ഭയങ്കരം ഫെയറി സോങ്. യക്ഷികളുടെ പാട്ട് നമുക്ക് വളരെ ഫെമിലിയറാണ് മലയാള സിനിമ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് നോക്കിയാൽ മതി. യക്ഷിപ്പാട്ട് ഐ ലവ് എനിവേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യക്ഷിപ്പാട്ട്. വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പാടുന്ന ആൾക്കാരാണ് ഇവർ, യു നോ ദാറ്റ്. അപ്പം ഷീ സിംഗിങ് ലൈക്ക് ദാറ്റ്, ഷീ സിംഗിങ് ദാറ്റ് ഫെയറി സോങ്, യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അതിൽ ഇയാൾ ലയിച്ചു പോവുകയാണ്. അയാൾ അതിൻ്റെ ശേഷം പിന്നെ ഒന്നും കണ്ടില്ല എന്ന് പറയുന്നത്. ഇവളുടെ ഈ ഒരു കുതിരപ്പുറത്ത് ഇവളെ വെച്ച് കയറ്റിയതിന് ശേഷം ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ്, ഇയാളെ നേരെ ചെരിഞ്ഞ് നിന്നിട്ട് ഷീ കീപ്സ് സിംഗിങ്, ഷീ സിംഗിങ് ദിസ് ഫെയറി സോങ്, യു അണ്ടർസ്റ്റാൻഡ്. Then she found me roots of relish sweet and honey wild and manna dew, and sure in language strange she said, I love thee true. ഇനി ഇദ്ദേഹത്തെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇദ്ദേഹത്തെ അവളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവൾ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നുണ്ട്. ചില എഡിബിളായിട്ടുള്ള ഭക്ഷിക്കാനൊക്കെ പറ്റുന്ന കുറച്ച് റൂട്ട്സ് ഇയാൾക്ക് നമ്മുടെ നൈറ്റിന് കൊടുക്കുന്നു. നൈറ്റ് പറയാണ്, ഷീ ഫൗണ്ട് മീ റൂട്ട്സ് ഓഫ് റെലിഷ് ഫ്രൂട്ട്. റെലിഷ് മീൻസ് വെരി ടേസ്റ്റി എന്നുള്ള, ടേസ്റ്റി, ഓക്കെ. സോ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ്, ഇവൾ നല്ല സ്വീറ്റായിട്ടുള്ള റൂട്ട്സൊക്കെ കൊണ്ടുപോയി കൊടുത്തു. അതുപോലെ തന്നെ ആൻഡ് ഹണി വൈൽഡ്, നമ്മൾ കാട്ടിൽ നിന്ന് കിട്ടുന്ന നല്ല അടിപൊളി തേൻ, ഹണി വൈൽഡ് ഹണി, അതും കൊടുത്തു. ഇറ്റ് വാസ് ലൈക്ക് ആൻഡ് മന ഡ്യൂ. മന എന്ന് പറയുന്നത് ബൈബിളിലൊക്കെ പറയുന്ന ദൈവം ഈ കൊടുത്ത ഒരു തരം ഒരു ജ്യൂസാണ്, എന്തോ ഒരു ഫ്രൂട്ടിൻ്റെ ജ്യൂസ്. അത് എക്സിസ്റ്റിംഗ് ലോകത്തില്ല അങ്ങനെ ഒരു സാധനം. അപ്പോൾ അത്തരം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജ്യൂസ്, സം കൈൻഡ് ഓഫ് ജ്യൂസ്, അതും കൊടുത്തു ഇവൾ. ആൻഡ് ഷുവർ ഇൻ ലാംഗ്വേജ് സ്ട്രേഞ്ച് ഷീ സെഡ് ഐ ലവ് ദീ. ഇയാൾക്ക് മനസ്സിലാവാത്ത ഏതോ ഒരു ഭാഷയിൽ അവൾ പറഞ്ഞു, തീർച്ചയായിട്ടും അവൾ പറഞ്ഞത് ഐ ലവ് ദീ ട്രൂ, ശരിക്കും ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ് അവൾ പറഞ്ഞത് എന്നാണ് നൈറ്റ് പറയുന്നത്. അയാൾക്ക് മനസ്സിലായിട്ടൊന്നുമില്ല ഭാഷ, പക്ഷേ അവൾ പറഞ്ഞത് ഇതാണ് എന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ. Then she took me to her elfin grot, and there she wept and sighed full sore, and there I shut her wild eyes with kisses for. Then ഇദ്ദേഹത്തെ അവളുടെ ഒരു എൽഫിൻ ഗ്രോട്ട്, അവരുടെ ഒരു കെയ്വാണ്, റൈറ്റ്. ഇവരുടെ ഈ ഫെയറി ആയിട്ടുള്ള ഈ ടീമിൻ്റെ ഒരു ഗുഹയാണ് ഈ എൽഫിൻ ഗ്രോട്ട് എന്ന് പറയുന്നത്. സോ അവിടേക്ക് ഇവൾ കൊണ്ടുപോയി ഇദ്ദേഹത്തെ. ദെൻ ആൻഡ് there she wept and sighed full sore. എന്നിട്ട് അവിടെ നിന്ന് ഇവളെന്താ ചെയ്തത്? അവൾ പതുക്കെ ഇങ്ങനെ കരയാൻ തുടങ്ങി. ഷി വെപ്റ്റ് ആൻഡ് സൈഡ്, അവിടെ നെടുവീർപ്പിട്ടിട്ട് അവൾ കരയാൻ തുടങ്ങി. സോർ മീൻസ് സാഡ്, വളരെ ദുഃഖിതയായിട്ട് ഒരു തരം എന്തോ ഒരു കരച്ചിൽ. മേ ബി അദ്ദേഹത്തിൻ്റെ ഒരു സിമ്പതി ഒക്കെ കിട്ടാൻ വേണ്ടിയായിരിക്കാം. ഓക്കെ. ദ ലേഡി ടുക്ക് ദ നൈറ്റ് ടു എ കേവ്. ദർ ഷി വെപ്റ്റ് ആൻഡ് സൈഡ്. ആൻഡ് ദർ ഐ ഷട്ട് ഹെർ വൈൽഡ് ഐസ് വിത്ത് കിസ്സസ് ഫോർ. അവളുടെ കരച്ചിൽ മാറ്റുന്നത് ഇദ്ദേഹം അവളുടെ കണ്ണുകളിലുള്ള ആ ഒരു കണ്ണുനീർ, അത് ഇദ്ദേഹം മാറ്റുന്നത് കിസ് ചെയ്തിട്ടാണ്. ഹി ഗേവ് ഹർ 4 kisses. മേ ബി 2 കണ്ണിനും 2 കിസ് വെച്ച് വീതം കൊടുത്ത് കാണും. വിത്ത് കിസ്സസ് ഫോർ. ഓക്കെ. അപ്പം ഇവിടെ അവളുടെ ഒരു ബിഹേവിയർ കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ടോട്ടലി സ്ട്രെയിഞ്ച് ആൻഡ് മിസ്റ്റീരിയസ്. മേ ബി ഷീ ക്രൈസ് പ്രോബബ്ലി ടു ഗെറ്റ് ദ നൈറ്റ് സിമ്പതി ആൻഡ് ഇവൻച്വലി ടു ട്രാപ്പ് ഹിം. അതിനായിരിക്കാം, എന്തോ ഇയാൾ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് അവൾ. നെക്സ്റ്റ് ചാൻസ് നോക്കാം. And there she lulled me asleep, and there I dreamed
Ah, woe betide. The latest dream I ever dreamt on the cold hillside. ഈ കിസ് ചെയ്തതിന് ശേഷം പിന്നെ സംഭവിക്കുന്നത് എന്താ? അവൾ ഇദ്ദേഹത്തെ നൈറ്റിനെ താരാട്ട് പാടിയിട്ട് ഉറക്കി. ഷി ലൾഡ് മീ അസ്ലീപ്. അദ്ദേഹത്തെ അങ്ങോട്ട് ഉറക്കി കിടത്തി. ആ ഉറക്കത്തിൽ ഇദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ആൻഡ് ദേർ ഹി ഡ്രീംഡ് ആണ്. ഐ ഡ്രംഡ് കണ്ടോ. വോ ബിറ്റൈഡ്. ആ ഒരു സ്വപ്നം ഭയങ്കരം, എന്താ പറയുക, ഭീകരമായിട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു അദ്ദേഹം കണ്ടത്. വോ എന്ന് പറഞ്ഞാൽ സഫറിങ്. വോ ബിറ്റൈഡ് അങ്ങനെ ഭയങ്കര ഒരു ബിറ്റൈഡ് എന്ന് പറഞ്ഞാൽ ഹാപ്പൻ എന്നുള്ളൊരർത്ഥത്തിലാണ്. അപ്പം എന്തോ ഒരു ഭീകരമായൊരു സംഗതി ആ സ്വപ്നത്തിൽ സംഭവിച്ചു. ദ ലേറ്റസ്റ്റ് ഡ്രീം ഐ എവർ ഡ്രീംഡ്. അദ്ദേഹം പറയുന്നു, ഈ ഒരു സ്വപ്നം അദ്ദേഹം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒരു സ്വപ്നമാണ്. ഇത്തരം ഒരു ഡ്രീം ഇദ്ദേഹത്തിന് മുമ്പ് കണ്ടിട്ടില്ല. ദ ലേറ്റസ്റ്റ് ഡ്രീം ഐ എവർ ഡ്രീംഡ് ഓൺ ദ കോൾഡ് ഹിൽ സൈഡ്. അപ്പോൾ ആ ഒരു വിളറിയ തണുത്ത ആ ഒരു മലനിരകളിൽ വെച്ചിട്ട്, ഹിൽ സൈഡിൽ വെച്ച് അദ്ദേഹം ഈ ഒരു കണ്ട സ്വപ്നം, അത്തരം ഒരു സ്വപ്നം ഇതിനു മുന്നേ അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. I saw pale kings and princes too, pale warriors, death pale were they all. They cried, La belle dame sans merci, thee hath in thrall. അപ്പോൾ അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ അദ്ദേഹം കാണുന്നത് ഒരുപാട് കിങ്സ്, ഒരുപാട് രാജാക്കന്മാരെയും, ഒരുപാട് പ്രിൻസസ്, ഈ രാജകുമാരന്മാരെയും, ഇവരെല്ലാം, അതുപോലെ മറ്റുള്ള വാരിയേഴ്സ്, ഇവരെല്ലാം അദ്ദേഹം കാണുന്നു. അവരെല്ലാം ദേവർ ഡെത്ത് പെയിൽ മീൻസ് ദേവർ വിളറിയവ പോലെയാണ്. പെയിൽ ആസ് ഡെത്ത്, മരണത്തെ പോലെ വിളറിയ ആളുകളായിട്ടാണ് അദ്ദേഹം ഈ ആളുകളെയൊക്കെ അദ്ദേഹം കാണുന്നത്. ആൻഡ് ദേ ക്രൈഡ്. എന്നിട്ട് അപ്പം ഈ ആളുകളെല്ലാം നമുക്ക് ഉറപ്പാണ്, ഇതിന് മുൻപ് നമ്മുടെ നൈറ്റിനെ പോലെ ഇവളെ പിന്തുടർന്ന് വന്ന് ഇവൾ ട്രാപ്പിലാക്കിയ ഒരുപാട് ആളുകളാണ്. അതിനകത്ത് രാജാക്കന്മാരും രാജകുമാരന്മാരും അങ്ങനെയുള്ള വലിയ വാരിയേഴ്സും വലിയ പടനായകന്മാരൊക്കെ ഉണ്ട്. എന്നിട്ട് അവരൊക്കെ പറയുന്നത്, അവരെല്ലാം വാടി വിളറി ഈ നമ്മുടെ നൈറ്റിനെ പോലെ തന്നെയാണ് നിൽക്കുന്നത്. അവരെല്ലാം പറയുന്നത്, ദേ ക്രൈഡ്, ലാ ബെൽ ഡാം സാൻ മെർസി, ദി ഹാത്ത് ഇൻ ത്രാൾ. ഈ ബ്യൂട്ടിഫുൾ ലേഡി, without any mercy, without any kindness, ഈ ഒരു ദയവുമില്ലാത്ത ഈ ഒരു സ്ത്രീ നിന്നെ ദി ഹാത്ത് ഇൻ ത്രാൾ, നിന്നെ ട്രാപ്പിലാക്കിയിട്ടുണ്ടെന്നുള്ള. ഇൻ ത്രാൾ നിന്നെ കൺട്രോളിലാക്കിയിട്ടുണ്ടല്ല. ദി ഹാത്ത് ഇൻ ത്രാൾ മീൻ ഷീ ഹാസ് മെയ്ഡ് യു ഇൻ കൺട്രോൾ. അവളുടെ ഒരു സ്ലേവ് ആക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം പറയുന്നതല്ല, ഈ ഒരുപാട് ആളുകൾ പറയുന്നത് ഇദ്ദേഹത്തോട്. അവരിതാണ് ഇദ്ദേഹത്തോട് പറയുന്നത്. അവർ കൊടുക്കുന്ന, നീ ഈ ബ്യൂട്ടിഫുൾ ലേഡി നിന്നെ തടങ്കലിലാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അവർ പറയാണ്. ഇദ്ദേഹം സ്വപ്നത്തിലാണ് കേട്ടോ ഈ സംഗതി കാണുന്നത്. ഒരുപാട് ആളുകൾ ഈ സ്ത്രീ വലയിലാക്കിയത് ഇദ്ദേഹം കാണുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ദേ വർ ഓൾ ഹെർ ഏർലിയർ വിക്ടിംസ്. അവരുടെ ഇതിന് മുൻപുള്ള ഇരകളായിരിക്കാം ഇവരെല്ലാം. Then last രണ്ട് stanza. I saw their starved lips in the gloam, with horrid warning gaped wide, and I awoke and found me here on the cold hill's side. And this is why I sojourn here, alone and palely loitering. Though the sedge is withered from the lake, no birds sing. അവരുടെ ചുണ്ടുകളെല്ലാം സ്റ്റാർവ്ഡായിരുന്നു അപ്പോഴും. ഈ സ്റ്റാർവിങ്, ഭയങ്കര വിശക്കുന്ന ആളെയാണല്ലോ നമ്മൾ സ്റ്റാർവ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത്. ഒരു ഗ്ലോം, മറ്റു ലൈറ്റാണ്, വൈകുന്നേരത്തെ ഒരു ചെറിയൊരു വെളിച്ചത്തിൽ ഇവരുടെ ലിപ്സ് ഇദ്ദേഹം കാണുകയാണ്. അതെല്ലാം സ്റ്റാർവ്ഡ് ലിപ്സ്. അപ്പോൾ ആ സ്റ്റാർവ്ഡ് ലിപ്സ് എന്ന് തന്നെ മനസ്സിലാക്കാം, ദേ വർ സ്റ്റാർവ്ഡ് ബിക്കോസ് ദേ ഡിഡ്ന്റ് ഗെറ്റ് ദ തിങ് ദേ ലോങ്ഡ് ഫോർ. അപ്പോൾ എന്താണോ അവർ ആഗ്രഹിച്ചിരുന്നത് അതൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോഴും അവർ ദേ ആർ ലോങ്ങിങ് ഫോർ ദാറ്റ്. ഇപ്പോഴും ആ ഒരു ദാഹം തീർന്നിട്ടില്ല. സോ ദേ വർ ലോങ്ങിങ് ഫോർ ദിസ് ലേഡീസ് ലവ്. ഈ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്
ശ്രമിച്ചത്. പക്ഷേ എന്താണോ അവർ ശ്രമിച്ചത് അത് തീർച്ചയായിട്ടും അവർക്ക് കിട്ടിയിട്ടില്ല. അണ്ടർസ്റ്റാൻഡ്. ദെൻ വിത്ത് ഹൊറിഡ് വാർണിംഗ് ഗ്യാപ്പ് ഡിവൈഡ്. അപ്പം ഈ ഒരു അവരുടെ ഈ മൗത്താണ് കേട്ടോ, ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്യാപ്പ് തന്നെയാണ്, ഓപ്പൺ എന്നുള്ള അർത്ഥത്തിലാണ് ഗ്യാപ്പ് വൈഡ്. അപ്പോൾ അവരുടെ ഈ വായ അങ്ങനെ ഓപ്പൺ ചെയ്ത സമയത്ത് ഇയാൾക്ക് കാണാൻ പറ്റി, അവരുടെ ലിപ്സ് കാണാൻ പറ്റി എന്നുള്ളതാണ് പറയുന്നത്. ഹൊറിഡ് 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 മീൻസ് ഫ്രൈറ്റനിങ് എന്നുള്ള അർത്ഥത്തിലാണ്. ഫ്രൈറ്റനിങ്ങോട് കൂടിയിട്ട് വെൻ ദേ ഓപ്പൺ ദെയർ മൗത്ത് ഹീ സോ ദെയർ ലിപ്സ് ഇറ്റ് വാസ് സ്റ്റാർവഡ് സ്റ്റിൽ. അണ്ടർസ്റ്റാൻഡ്. ഇപ്പോഴും അത് സ്റ്റാർവഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അവരുടെ ലക്ഷ്യം അവർക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഈ സ്ത്രീയെ, ഈ ഒരു ലേഡിയെ സ്നേഹിക്കുക എന്നുള്ളതിൽ അവർ പരാജയപ്പെട്ടിട്ട് അവരുടെ സ്നേഹം തിരിച്ച് കിട്ടിയിട്ടില്ല. അവരതിനകത്ത് ട്രാപ്പിലായി പോയി എന്നുള്ളതാണ്. ആൻഡ് അങ്ങനെ ആൻഡ് ഐ അവോക്ക് ആൻഡ് ഐ ഫൗണ്ട് മീ ഹിയർ. ഞാൻ അങ്ങനെ എഴുന്നേറ്റു, അങ്ങനെ ഞാൻ എന്നെ ഇവിടെ തന്നെ കാണുകയാണ് ചെയ്തത്. ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോൾ ഞാൻ ഇതാ ഇവിടെ കിടക്കുന്നു, ഓൺ ദ കോൾഡ് ഹിൽ സൈഡ്. ഈ ഒരു തണുത്ത മലനിരയിൽ ഞാൻ കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ദിസ് ഈസ് വൈ ഐ സജോൺ ഹിയർ. ഈ ഒരു കാരണം കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്, ഞാനിവിടെ സ്റ്റേ ചെയ്യുന്നത്. സജോൺ മീൻസ് സ്റ്റേ എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം പോയിട്ടില്ല, ഇദ്ദേഹം ഇപ്പോഴും ആ ഒരു ലേഡിയുടെ ട്രാപ്പിനകത്ത് തന്നെയാണുള്ളത്. ദിസ് ഈസ് വൈ ഐ സജോൺ ഹിയർ അലോൺ ആൻഡ് പെയിലി ലോയിറ്ററിങ്. അങ്ങനെ ഒറ്റയ്ക്ക് വിളറി ഇവിടെ അങ്ങനെ അലഞ്ഞിരിഞ്ഞ് നിൽക്കുന്നത് ഞാൻ ഈ കാരണം കൊണ്ടാണ്, പറഞ്ഞ സംഭവം നടന്നതുകൊണ്ടാണ്. ദോ ദ സജ് ഈസ് വിതേർഡ് ഫ്രം ദ ലേക്ക് ആൻഡ് നോ ബേർഡ് സിങ്. ഒരു ബേർഡ്സ് സിങ് ചെയ്യുന്നില്ലെങ്കിലും ഈ ചെറിയ കുറ്റിക്കാടും കാര്യങ്ങളൊക്കെ വാടി വിളറിയിട്ടുണ്ട് എങ്കിലും ഞാനിവിടത്തൊക്കെ നിൽക്കുന്നത് ഇങ്ങനെ ഒരു സംഗതി നടന്നുകൊണ്ടാണെന്നുള്ളതാണ് നമ്മുടെ നൈറ്റ് പറയുന്നത്. അതോട് കൂടിയിട്ടാണ് ഈ ഒരു ഇപ്പോൾ അവസാനിക്കുന്നത്. ഓക്കെ. അപ്പം ഇതിൻ്റെ ഒരു തീം നിന്ന് നമ്മുടെ കീറ്റ്സിന് തന്നെ അദ്ദേഹം ഒരു പെണ്ണിനെ പ്രണയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രണയം അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തിരിച്ചിങ്ങോട്ട് അവൾക്ക് പ്രണയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാരണം. അദ്ദേഹം ഒരു രോഗിയായതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ മരിച്ചു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് അയാളുടെ സ്നേഹം നിരസിച്ചു എന്നുള്ളൊരു സംഗതി ഉണ്ട്. അപ്പം ആ ഒരു നിരാശ കൊണ്ട് ഒരു പക്ഷേ എഴുതിയതായിരിക്കാം. നമ്മൾ ഒരു ഫിസിക്കൽ ബ്യൂട്ടി അതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ മിസ്ലീഡ് ചെയ്ത് കൊണ്ടുപോകും എന്നൊക്കെ പറയുന്ന ഒരു സംഗതി നമുക്കിതിനകത്ത് തീമായിട്ട് എടുക്കാം. കീറ്റ്സിൻ്റെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ഈ ഒരു കവിതയിലൂടെ പറയുന്നത്. ഓക്കെ. അപ്പം ഫിസിക്കൽ ബ്യൂട്ടിയിലൊന്നും കാര്യമില്ല എന്നുള്ള ഒരു സംഗതിയുണ്ട്. ഫിസിക്കൽ ബ്യൂട്ടിയൊക്കെ നമ്മളെ പക്ഷേ അതിനെ നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങളുടെ നാശത്തിലേക്കായിരിക്കും ഒരു പക്ഷേ കൊണ്ടുപോകുന്നത് എന്നുള്ള ഒക്കെ ഒരു തീം. അത് കീറ്റ്സിൻ്റെ ലൈഫിൽ ഒരു പക്ഷേ മനസ്സിലാക്കിയ കാര്യമായിരിക്കാം. റെഡി. അപ്പം ദാറ്റ്സ് ഇറ്റ്. വി ആർ സ്റ്റോപ്പിംഗ് ടുഡേ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് എവറിത്തിങ്, യു ലൈക്ഡ് ഇറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാം. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.